ഈ രീതിയിൽ നെത്തോലി ഒന്ന് തയ്യാറാക്കി നോക്കൂ. ചോറ് കഴിക്കാനായിട്ട് ഇതൊരെണ്ണം മാത്രം മതിയാകും. നെത്തോലി നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അതിനുശേഷം കടായി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അത് ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിൽ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഉടയാതെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം അതിൽ ബാലൻസ് വരുന്ന എണ്ണയിൽ 1 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, 1 സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി രണ്ടും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി അതിന് ശേഷം നല്ലതുപോലെ 1 പിടി ചെറിയ ഉള്ളി നല്ലതുപോലെ വാഷ് ചെയ്ത് അരിഞ്ഞെടുത്തതിന് ശേഷം അതുകൂടി ഇട്ട് പച്ചമണം മാറിയതിന് ശേഷം തേങ്ങ ചതച്ചത് 1 മുറി തേങ്ങ ചതച്ചതും കുറച്ച് കാന്താരി മുളകും എരി നിങ്ങളുടെ